നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ഈ ഡിസ്കഷനിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ വായിച്ചിട്ടുള്ള പാരഗ്രാഫിൽ ടു ഫ്രീ അവർസെൽസ് ഫ്രം ആങ്കർ വി ഷുഡ് തിങ്ക് അവർസെൽസ് ടു ബി പൊളൈറ്റ് ആൻഡ് ഹംബിൾ. അതായത് നമ്മൾ സ്വയം വിനയാന്വിതരാണെന്നും വളരെയധികം കുലീനന്മാരാണെന്നും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. ഫേക്ക് ഇറ്റ് ടു മേക്ക് ഇറ്റ് എന്ന് പറയും. കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ അതിൽ ഗോഡ് പറയുന്നു. ഗോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ. മാസ്റ്റർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ എനിക്ക് സന്തോഷമാവാം എന്ന് വിചാരിക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഓൾറെഡി നിങ്ങളൊരു ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞു. നമ്മൾ ക്രിയേഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ക്രിയേറ്ററിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഈ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു തറവാടിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കെല്ലാം കിട്ടിയതിന് ശേഷം ഞാൻ തറവാടിൻ്റെ മെമ്പർ ആവാം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഒരു രാജകുമാരൻ നെക്സ്റ്റ് രാജാവാണ്. പുള്ളിക്ക് അതിന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നന്മ നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ്. അപ്പോൾ അത് നമ്മൾ പ്രകടമാക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ലാലാജി മഹാരാജയോട് പറഞ്ഞു. ഒരിക്കലും ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് ക്ലീനിങ് ചെയ്തിട്ട് ക്രമേണ പുരോഗമിച്ചിട്ട് ഞാൻ ഒരു നല്ല മനുഷ്യനാവും, അപ്പോൾ ഞാൻ ഇങ്ങനെ കോൺവെർസേഷനിലൊക്കെ ശ്രദ്ധിക്കാം, അങ്ങനെ ഒരു അഹിംസയുടെ സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിച്ചേരാം എന്ന് വിചാരിക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും. കാരണം ഞാൻ എന്നിൽ നിന്നും ദൂരെ എന്തോ അന്വേഷിക്കുന്ന പോലെ ആയി മാറും. ബാബുജി മഹാരാജ് പറയും ഈശ്വരാന്വേഷണം എന്നുള്ള പദത്തിന് വലിയ അർത്ഥമില്ല. കാരണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്വഭാവം അത് എക്സ്പ്രസ് ചെയ്യാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ നമ്മൾ അത് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറണം. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് നേച്ചർ.
Nay, we should try to make ourselves such that the same color enters each and every part of the body. നമ്മൾ ക്രമേണ ആ പെരുമാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളും അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓരോ സെല്ലും യഥാർത്ഥ ഒരു ഓർഗാനിസമാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. ഇപ്പോൾ സയൻസിൽ എപ്പിജെനറ്റിക്സ് എന്നുള്ള ശാഖ കൂടുതൽ കൂടുതൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, എൻവയൺമെൻറ്റ് കൊണ്ട് മാറാം. അപ്പോൾ ബാഹ്യമായിട്ടുള്ള എൻവയൺമെൻറ്റ് മാത്രമല്ല, ആന്തരികമായിട്ടുള്ള എൻവയൺമെൻറ്റാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ആന്തരികമായിട്ടുള്ള എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിക്കുന്ന എൻ്റെ മനോഭാവങ്ങൾ, ഇൻറ്റൻഷൻസ് കൂടുതൽ കൂടുതൽ പ്യൂരിഫൈഡ് ആകുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരങ്ങൾ ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കോൺഷ്യസ്നസ് ബോഡീനെ ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാം. ബോഡി പലപ്പോഴും അതിനെ എതിർക്കുന്നു. പല മാസ്റ്റേഴ്സിനും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ അതെനിക്ക് തോന്നുന്നത് ആ കാലത്തുള്ള ബോഡിക്ക് അനുസൃതമല്ല അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ഇത് രണ്ടും കൂടുതൽ 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 താളത്തിൽ വരുന്ന ഒരു കാലം വരും. അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ കോശങ്ങളും ആ സ്നേഹം വൈബ്രേറ്റ് ചെയ്യുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളായിട്ട് മാറണം. എ കൂൾ ആൻഡ് കാം ഡിസ്പോസിഷൻ അലോൺ ഇസ് റിക്വയർഡ് ഫോർ സ്പിരിച്വാലിറ്റി. അപ്പോൾ അതിനകത്തേക്ക് വേണ്ട ഒരൊറ്റ കാര്യം മാത്രം, കൂൾ ആൻഡ് കാം ഡിസ്പോസിഷൻ. ഉള്ളിൽ ശാന്തത, സ്നേഹം മാത്രം ആണ് ഉള്ളിൽ വേണ്ടത്. അതിൻ്റെ മാനിഫെസ്റ്റേഷനിൽ പിന്നെ സംശയം ഉണ്ടാവില്ല. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യുന്നു. അത് ഒരിക്കലും ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കില്ല. ദ ഹാർട്ട് ഇസ് സോ ടെൻഡർ ദാറ്റ് ഇറ്റ് ബിഗിൻസ് ടു ഡ്രൂപ്പ് ഈവൻ ബൈ ദ സ്ലൈറ്റസ്റ്റ് സർക്കുലേഷൻ ഓഫ് വിൻഡ്. ചെറിയൊരു ചലനങ്ങളും കൂടി ഹൃദയം മനസ്സിലാവുന്നതാണ്. വിൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജി ഫ്ലോ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. നമുക്ക് ഉള്ളിൽ എനർജി ഫ്ലോ ഉണ്ട്. ചിലപ്പോൾ വളരെയധികം സ്ട്രെസ്ഡ് ആവും, ചിലപ്പോൾ താഴ്ന്നു. ഒരുപാട് ആക്ടിവിറ്റി വേണ്ടി വരും, ചിലപ്പോൾ റെസ്റ്റിലേക്ക് പോകുന്നു. ഈ മൂവ്മെൻറ്റിൽ അതവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഹൃദയം എപ്പോഴും സെൻറ്ററാണ്. ഒരു ചക്രത്തിൻ്റെ ആക്സിൽ പോലെ അതെപ്പോഴും അതിൻ്റെ സ്വാസ്ഥ്യത്തിലാണ്. എന്നുള്ള സ്ഥിതിയിൽ സ്ഥിരമായി നിൽക്കുന്നതാണ് സ്വാസ്ഥ്യം എന്ന് ദാജി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഏതൊക്കെ വൈബ്രേഷൻ ഉണ്ടാകുന്നോ അത് ഉള്ളിൽ ഫീൽ ചെയ്യുന്നു. എന്താണ് അവിടെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കുന്നു. ചിലപ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്നില്ല, പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ അവിടേക്ക് എത്താൻ എൻ്റെ മനസ്സ്, എൻ്റെ സ്നേഹത്തർജ്ജ ചിന്തകൾ അങ്ങോട്ട് പ്രവഹിക്കുന്നു. അപ്പോൾ വേണ്ട മാറ്റങ്ങൾ, അതിന് പറ്റിയ ആൾക്കാർ അവിടെ വരുന്നു, അവിടെ സംഭവങ്ങൾ മാറും. ഈ തരത്തിലുള്ളൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നമ്മുടെ റൂമിലിരുന്നു കൊണ്ട് നമുക്ക് ലോകത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ സാധിക്കും. സ്നേഹം നിറഞ്ഞ ആളാണ്. റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയും. ഒരു കല്ല് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഓളം സൃഷ്ടിക്കാനാവുമോ എന്ന് മദർ തെരേസ ഒരു ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മുകളിൽ പോയിട്ട് അതിൽ കല്ലിടാന്ന്. അപ്പോൾ മദർ തെരേസ പറഞ്ഞു അതിനേക്കാൾ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം, ഈ കല്ലെടുത്ത് എൻ്റെ വീട്ടിലെ കിണറ്റിലിട്ടാൽ മതി. ആ റിപ്പിൾ തീർച്ചയായിട്ടും അറ്റ്ലാന്റിക് ഓഷ്യനിൽ എത്തുന്നതാണ്. അത് എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെ സ്പന്ദനം തീർച്ചയായിട്ടും എല്ലായിടത്തും എത്തും. കാരണം ആഫ്റ്റർ ഓൾ ലോകം മുഴുവൻ എൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്. ഇനി ലാലാജിമാരെ തുടരുന്നു. വെൻ വി റൈസ് ടു സം ഹൈറ്റ്, ലോനെസ് ഇസ് ഓൾസോ വിതിൻ അവർ സൈറ്റ് ടു സെയിം എക്സ്റ്റെൻറ്റ്. ദിസ് ഇസ് ദ സീക്രട്ട് ഓഫ് നേച്ചർ. If while remaining glued to the master, we make high advancement and yet feel low, is this not a state? The cause of this I have just stated. Our passion should be whatever is there is thine. And when it is thus, where is the occasion for regret? നമ്മൾ ഉയരുമ്പോഴും നമ്മൾ താഴണം. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വല്ലാണ്ട് ഉയരുന്നവൻ താഴ്ത്തപ്പെടും, നേരെ മറിച്ച് താഴ്ന്നിരിക്കുന്നവൻ ഹമ്പിളായിരിക്കുന്നവൻ ഉയർത്തപ്പെടുന്നവൻ. മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത് എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. മീക്ക് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതല്ല, ഹ്യൂമിലിറ്റി. നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരുമ്പോൾ, ബോധതലത്തിൽ ഉയരുമ്പോൾ, കൂടുതൽ കൂടുതൽ നമ്മുടെ സൃഷ്ടാവിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഒന്നും മോശമല്ല എന്ന് മനസ്സിലാവുന്നു. അതാണ് വിനയം. എല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ആ വിനയം ഉള്ളിൽ പ്രകടമാവും. അങ്ങനെ വിനയാന്വിതനായ ആൾ കറേജസ് ആവും. കറേജും ഹ്യൂമിലിറ്റിയും പരസ്പരം റിലേറ്റഡ് ആണ്.
പൂർണ്ണമായിട്ടും വിനയാന്വിതരായിട്ട് ഒരാൾ പൂർണ്ണമായിട്ടും ധൈര്യമുള്ള ഒരാളായിരിക്കും. കാരണം ഞാനല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ഈഗോ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഈഗോൻ്റെ ഒറിജിനായിട്ടുള്ള സോഴ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ കണക്റ്റഡ് ആവും. അതാണ് മാസ്റ്ററിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വിനയാന്വിതരാവണം ചെയ്യും. ലോകം അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഞാൻ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫീലിംഗ് വരാതെ എല്ലാം എൻ്റെ തന്നെ ഒറിജിനൽ സോഴ്സിൻ്റെ എക്സ്പ്രഷൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടത്, എന്താണ് എന്നാൽ അവിടെ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ആ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്നു. അങ്ങനെ ഒരാൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നേരെ മറിച്ചിട്ട് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇൻഫ്ലുവൻസ്, പവർ, അതോറിറ്റി, 3 രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിൽ അതോറിറ്റിയും പവറും അഹംബോധത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. മഹാത്മാഗാന്ധിജി കൽക്കട്ടയിലും ഡൽഹിയിലും കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ സമയത്ത് നടത്തിയിട്ട് അത്ഭുതം ഇപ്പോഴും നമുക്കത് അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ആ മഹത്വം കൂടുതൽ കൂടുതൽ വെളിവായത് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിലാണ്. അതാണ് ലോകം ആകെ അന്തം വിട്ടുപോയി. ഇങ്ങനെ ഒരാൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. 1 മാൻ ആർമി എന്നാണ് മൗണ്ട് ബാറ്റൻ വിളിച്ചിട്ട്. പഞ്ചാബിൽ പട്ടാളത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് മഹാത്മാഗാന്ധിജി ഒറ്റയ്ക്ക് വെസ്റ്റ് ബംഗാളിൽ നേടി. എന്താണ് കാരണം? സ്നേഹം. അപ്പോൾ ഡിവൈൻ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറും. അവിടെയാണ് കോൺവെർസേഷൻ്റെ ഹയസ്റ്റ് ലെവൽ. കോൺവെർസേഷൻ്റെ സംഭാഷണത്തിൻ്റെ ഹയസ്റ്റ് ലെവലിൽ ഡിവൈനായിട്ടുള്ള കോൺവെർസേഷൻ നമ്മളിലൂടെ വരണം. അതിന് വാക്കുകൾ ആവശ്യം വരില്ല. ചിലപ്പോൾ വാക്കുകൾ വരുന്നത് ഞാൻ സ്നേഹം നിറഞ്ഞ വാക്കുകളായിരിക്കും. അപ്പോൾ അവിടേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ സമയത്തും ഉള്ളിൽ ഉറപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അവിടെയാണ് സഹജമാർഗ സാധന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ പ്രകടനം അത് ഡിവൈൻ മാസ്റ്ററുടെ എക്സ്പ്രഷനായിട്ട് മാറുന്ന രീതിയിൽ ആവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.